കഴകപ്രവൃത്തിയിൽ തിരികെ കയറാനില്ലെന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നേരിട്ട ബാലു. മറ്റൊരു തസ്തികയ്ക്കായി സർക്കാരിന് അപേക്ഷ നൽകാനാണ് തീരുമാനം. കഴകപ്രവൃത്തിയിൽ നിന്ന് ബാലുവിനെ മാറ്റാനാകില്ല എന്ന ദേവസ്വം ചെയർമാൻ CK ഗോപിയും അറിയിച്ചു. അന്തിമ തീരുമാനം സർക്കാരിന്റേതാണെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ക്ഷേത്രത്തിനകത്ത് ജാതി വിവേചനം എന്ന കുപ്രചരണം ചിലർ അഴിച്ചുവിടുകയാണെന്ന് ദേവസ്വം ബോർഡ് അംഗവും തന്ത്രിയുമായ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. ബാലുവിനെ നിലവിൽ കഴകപ്രവൃത്തിയിൽ മാത്രമേ നിയമിക്കാനാകൂവെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി പറഞ്ഞു. മറ്റൊരു തസ്തികയിലേക്ക് മാറ്റി നൽകാൻ കഴിയില്ല. തസ്തിക മാറ്റം സംബന്ധിച്ച് അപേക്ഷ നൽകിയാൽ സർക്കാരിലേക്ക് കൈമാറും. സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കുന്നു. സർക്കാർ നിയമിച്ചിരിക്കുന്നത് കഴകം പോസ്റ്റിലേക്കാണ്. ആ പോസ്റ്റിലാണ് ആൾ ജോലി ചെയ്യാൻ അർഹപ്പെട്ട ആൾ. ആ പോസ്റ്റിലാണ് ജോലി ചെയ്യേണ്ടത്. വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലികമായിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ദേവസ്വത്തിൻ്റെ ചുമതല. തസ്തിക മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം അധികാരികൾക്ക് അപേക്ഷ നൽകുമെന്ന് ബാലു പറഞ്ഞു. ഒരു കാരണവശാലും കഴകപ്രവൃത്തിയിലേക്ക് ഇനിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ക്ഷേത്രത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന നടപടികൾ തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്നും ബാലു പറയുന്നു. ഞാൻ എന്തായാലും ഇന്ന് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എൻ്റെ അപേക്ഷ കൊടുക്കും. അങ്ങനെ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നൊരു ആഗ്രഹമുണ്ട്. ഉത്സവം ആവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലൊരു ബഹിഷ്കരണം വന്നു കഴിഞ്ഞാൽ, അതായത് അമ്പലത്തിലെ ചടങ്ങുകൾ മുടങ്ങുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മാനസികമായ ബുദ്ധിമുട്ട് അതിനും ചേർന്ന് ഞാൻ മാറിയിരിക്കുന്നത്. ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ ജാതി വിവേചനമെന്ന നീച പ്രചാരണം ചിലർ നടത്തുന്നതായി കൂടൽമാണിക്യ ദേവസ്വം തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പ്രസ്താവനയിൽ ആരോപിച്ചു. നിയമസഭ പാസാക്കിയ നിയമങ്ങളും ദേവസ്വം ചട്ടങ്ങളും ലംഘിച്ചാണ് കഴക നിയമനം നടത്തിയത്. ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളിൽ സംരക്ഷണം ഉറപ്പാക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പ്രസ്താവനയിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തൃശൂർ.